ഗൈസ്, ഇന്നലെ നമ്മുടെ സാംസങ് ഗാലക്സി S21 FEയിൽ പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നു 1UI 6.1. ഇതിൻ്റെ സൈസ് 2.something GB ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു അത്ര വലിയ അപ്ഡേറ്റ് ഒക്കെ അല്ല, അപ്പോൾ എന്തായാലും ഒരു 2-3 AI ഫീച്ചർ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ച ഒരു സർക്കിൾ ടു സെർച്ചിൽ ഒരു AI ഫീച്ചർ ഉണ്ടാവുമല്ലോ, അതെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതും കൂടി അവർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ AI ഒരു ഫീച്ചറും കൊടുത്തിട്ടില്ല. ഒരു ചെറിയൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇങ്ങനെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, അതിനെ പറ്റിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നില്ല. ഒരു ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പറയാൻ പറ്റില്ല, ഒരു 2-3 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അതിനെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവൻ കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങണം. ഇനി ആദ്യത്തെ ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണിത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഗാലറി ആപ്പിൽ ഈ ഫോട്ടോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷൻ പോപ്പപ്പ് ആയിട്ട് വരും. മീൻസ് കളറൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ പോപ്പപ്പ് ആയിട്ട് വരും. അപ്പോൾ ഈ കളറൈസ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ടല്ലോ, അത് കളർഫുൾ ആക്കിയിട്ട് തരും. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ കുറേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടാവും ഇങ്ങനത്തെ ഫീച്ചർ യൂസ് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഗാലറിയിൽ തന്നെ ഈ ഫീച്ചർ ആഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കളറൈസ് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നേരം പഠിക്കും. ഇവിടെ ആഡിങ് കളർ എന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴയ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുക, ഈ ഫോണിൽ എടുത്തു കഴിഞ്ഞിട്ട് ഈ ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഫോട്ടോസ് കളർഫുള്ളാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു, ഇതിപ്പോൾ കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുമാതിരി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ സാംസങ് ഗാലക്സി S21 FEയിൽ. ഫീച്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ട് വേറെ ഒരു ഫോട്ടോയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം യൂസ്ഫുള്ളായ ഫീച്ചറാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിൽ ഞാൻ ലോങ് പ്രസ് ചെയ്യാണ്. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഒന്ന് കോപ്പി ആയി കഴിഞ്ഞു. ഇപ്പോൾ വേറെ ഏത് ഫോട്ടോയിലാണ് നമുക്കത് പേസ്റ്റ് ചെയ്യേണ്ടത്, ആ ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോ വേറെ ഫോട്ടോയിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഫീച്ചർ നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ കഴിഞ്ഞിട്ട് ബാറ്ററിയിൽ പോവുക. ബാറ്ററിയിൽ പോയി കഴിഞ്ഞിട്ട് ബാറ്ററി പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അത് ഓഫ് ആണിച്ചാൽ ഓണാക്കുക. ഓണാക്കി കഴിഞ്ഞിട്ട് ആദ്യം നമുക്കൊരു ഫീച്ചർ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ, മാക്സിമം യുവർ ബാറ്ററി വിൽ സ്റ്റോപ്പ് ചാർജിങ് വെൻ ഇറ്റ് റീച്ചസ് ഫോർ 80%. അപ്പോൾ നിങ്ങൾ ഇത് ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 80% കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യില്ല. ഈ ഒരു ഓപ്ഷൻ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഇപ്പോൾ എക്സ്ട്രാ ഒരു ഓപ്ഷൻ ആഡ് ആയിട്ടുണ്ട്, അഡോപ്റ്റീവ്. അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ രാത്രി കിടക്കാൻ പോകേണ്ട മുമ്പ് ഇത് ചാർജിൽ കണക്ട് ചെയ്ത് വെക്കും ഈ ഫോണ്. അപ്പോൾ നിങ്ങൾ എന്നും ഇങ്ങനെ ചാർജിൽ കണക്ട് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ രാവിലെ എണീക്കേണ്ട മുമ്പേ വരെ 80% വരയ്ക്ക് ചാർജ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ എണീക്കേണ്ട ആ സമയം അടുത്ത് വരുമ്പോൾ ഇത് ബേസിക്കലായിട്ട് അത് 100% വരയ്ക്കും പതുക്കെ ചാർജ് ആവും. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ രാത്രി ഫുള്ളും ചാർജായി ഇരിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററി ഹെൽത്തിനും ഒരു കുഴപ്പം വരില്ല. അപ്പോൾ ഈ ഓപ്ഷൻ നിങ്ങൾ ഓണാക്കി വയ്ക്കുക, നിങ്ങൾ രാത്രി മുഴുവൻ ചാർജ് ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ. ഒരു ഫീച്ചർ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വിഡ്ജറ്റ്സ് കാണാമല്ലേ. അപ്പോൾ ഈ വിഡ്ജറ്റ്സ് നമുക്ക് ഐഫോണിൻ്റെ ഒരു ഫീച്ചറാണത്. ഇപ്പോൾ കോപ്പി ചെയ്തിട്ട് സാംസങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചർ ഇപ്പോൾ നമുക്ക് കാണാൻ കിട്ടുന്നുണ്ട്. ഹോം സ്ക്രീനിൽ നമുക്ക് വിഡ്ജറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വിഡ്ജറ്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ലോക്ക് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ ഞാൻ ഈ വിഡ്ജറ്റ്സ് ഒന്നും ആദ്യം കളയട്ടെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ വിഡ്ജറ്റ്സിൻ്റെ ഈ ഓപ്ഷൻ കാണും. ഈ വിഡ്ജറ്റ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയുടെ കാണാണ്ട്, കലണ്ടറിൻ്റെ കാണാണ്ട്, ക്ലോക്കിൻ്റെ കാണാണ്ട്, റിമൈൻഡർ, സാംസങ് ഹെൽത്ത് ആൻഡ് വെതർ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, അപ്പോൾ അതേമാതിരി സാംസങ് ഹെൽത്ത് ആണെങ്കിൽ ഡെയിലി ആക്ടിവിറ്റി ആഡ് ചെയ്യാൻ പറ്റും. അതേമാതിരി ക്ലോക്ക് ആണെങ്കിൽ അപ്കമിങ് അലാം കാണിക്കും. അതേമാതിരി കലണ്ടർ വല്ലതും ഈവൻറ്റ്സ് വരും വരാൻ വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. പിന്നെ ബാറ്ററി വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൽ മാത്രമല്ല, നിങ്ങൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓണാക്കി വെക്കുകയാണെന്ന് വെച്ചാലും ഈ വിഡ്ജറ്റ്സ് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പക്ഷേ ഒരു കാര്യം പറയാണ്ട്, ഈ വിഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബാറ്ററി കുറച്ചധികം ഡ്രെയിൻ ആവും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യാം. വേറെ ഒരു ഫീച്ചർ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൊടുക്കുമ്പോൾ
നമുക്ക് ഈ വാൾപേപ്പറിൻ്റെ ഫ്രെയിംസ് മാറ്റാൻ പറ്റും. അപ്പോൾ ഫ്രെയിംസ് എങ്ങനെയാണ് മാറ്റുക? അപ്പോൾ താഴത്തൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്രെയിംസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോർമൽ വാൾപേപ്പർ ഇങ്ങനെയായിരിക്കും, പക്ഷേ നമുക്ക് ഫ്രെയിംസ് വെക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമ്മുടെ വാൾപേപ്പറിൻ്റെ ഫ്രെയിംസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കണ്ടില്ലേ, ഇതുമാതിരി നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുമാതിരി നമുക്ക് ഈ ഫോണിൻ്റെ ഫോൺസ് മാറ്റണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക. ഫിംഗർ പ്രിൻറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ ക്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പല ടൈപ്പ് ഫോൺസ് കാണാൻ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ നമുക്കിവിടെ 3 ഡോട്ട് ഉണ്ട്. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ഫോൺസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 ഫോൺസ് ഫ്രീ ഉള്ള ഫോൺസ് ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്, വിച്ച് ഈസ് സാംസങ് സാൻസ് ആൻഡ് ഗാലക്സി ഗെയിം പ്ലേസ്. ഈ 2 ഫോൺസ് ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഫോൺസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അതിന് കാശ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ടോപ്പ് ഫ്രീ ഞാൻ 2 ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ സാംസങ് സാൻസ് കൊടുക്കുകയെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇതുമാതിരി കാണാൻ കിട്ടും. അതേമാതിരി ഞാൻ പിന്നെ പോയിട്ട് ഗാലക്സി ഗെയിം പ്ലേസിൽ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഫോണ്ട് ഇങ്ങനെയായി വന്നു. അപ്പോൾ ഇത് നമ്മുടെ ക്ലോക്കിൽ മാത്രമല്ല മാറുക, നമ്മുടെ മെനുവിലൊക്കെ മാറും. കണ്ടില്ലേ, അപ്പോൾ ഇതുമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫോൺസ് മാറ്റണമെങ്കിൽ. ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വെതർ ആപ്പ് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പണ്ട് നമ്മൾ വെതർ ഇങ്ങനെ വെക്കുമ്പോൾ വിഡ്ജറ്റായിട്ട് വെക്കുമ്പോൾ നമുക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ തരുന്നുണ്ടായില്ല. ലൈക്ക് നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു, നമുക്ക് എത്ര ഡിഗ്രി ഉണ്ട്, പിന്നെ ഏത് പ്ലേസ് ആണെന്ന് മാത്രമേ കാണിക്കുള്ളൂ. ഇപ്പോൾ ഇതും കൂടി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 32 ഡിഗ്രി കൊൽക്കത്ത, ഹ്യൂമിഡിറ്റി മേക്സ് ടുഡേസ് ഹൈ ഫീൽ ലൈക്ക് 47 ഡിഗ്രീസ്. ഇപ്പോൾ 32 ഡിഗ്രിയാണ്, പക്ഷേ ഹ്യൂമിഡിറ്റി കാരണം 47 ഡിഗ്രി വരയ്ക്കും തോന്നിക്കുന്നുണ്ട് ചൂട്. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വെക്കണമെങ്കിൽ വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ എത്ര ഉണ്ട്, പക്ഷേ ആ ടെമ്പറേച്ചർ കാരണം ഹ്യൂമിഡിറ്റി കാരണം എത്രത്തോളം നിങ്ങളുടെ ഏരിയയിൽ ചൂടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഫീച്ചറൊക്കെയാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഫീച്ചേഴ്സ് നിങ്ങൾ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക, മറ്റാൾക്കാർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.